Hi, welcome to Insight Point. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫസ്റ്റ് ചാപ്റ്റർ തിയറി പാർട്സ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. ഈ വീഡിയോയിലും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി. ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. സിംഗിൾ എൻട്രി സിസ്റ്റം. ജനറലി ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സാധാരണ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റം, ബോത്ത് ദി ആസ്പെക്ട്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ്. ഏതൊരു ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്ട്സും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഡിഫറൻസ് നോക്കാം. സിംഗിൾ എൻട്രി സിസ്റ്റം, ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം, പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. സിംഗിൾ എൻട്രി സിസ്റ്റം, ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഡബിൾ എൻട്രി സിസ്റ്റം, ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡിഫറൻസ്, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് സയൻറ്റിഫിക്കലി ബൈ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത പ്രോഫിറ്റോ ലോസോ സയൻറ്റിഫിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് സാധിക്കില്ല. ഡബിൾ എൻട്രി സിസ്റ്റം, it is possible to find out profit or loss scientifically by preparing trading and profit and loss account. Trading and profit and loss account prepare ചെയ്ത പ്രോഫിറ്റോ ലോസോ സയൻറ്റിഫിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡബിൾ എൻട്രി സിസ്റ്റത്തിന് സാധിക്കും. നെക്സ്റ്റ് ഡിഫറൻസ്, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ടു നോ ദി എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ബിസിനസിൻ്റെ എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സാധിക്കില്ല. ഡബിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ടു നോ ദി എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ബിസിനസിൻ്റെ എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ സാധിക്കും. നെക്സ്റ്റ് ഡിഫറൻസ്, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി. വളരെ കോസ്റ്റ് കുറഞ്ഞ ഒരു മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് കോസ്റ്റ്ലി. വളരെയധികം കോസ്റ്റ് കൂടുതലുള്ള ഒരു മെത്തേഡാണ് ഡബിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് ഡിഫറൻസ്, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് പെറ്റി എൻ്റർപ്രൈസസ്. സ്മോൾ കൺസേൺസിന് മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ട് ആവുകയുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ all types of enterprises, sole proprietorship, partnerships, joint stock companies, etc. ഏത് തരത്തിലുള്ള എൻ്റർപ്രൈസ് ആയാലും ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയാലും പാർട്ട്ണർഷിപ്പ് ആയാലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയാലും ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടാവും. നെക്സ്റ്റ് ഡിഫറൻസ്, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയൻറ്റിഫിക് ആൻഡ് അൺസാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. കംപ്ലീറ്റ് അല്ലാത്ത, സയൻറ്റിഫിക് അല്ലാത്ത, സാറ്റിസ്ഫാക്ടറി അല്ലാത്ത ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം, ഇറ്റ് ഈസ് കംപ്ലീറ്റ്, സയൻറ്റിഫിക് ആൻഡ് സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. കംപ്ലീറ്റ് ആയ, സയൻറ്റിഫിക് ആയ, സാറ്റിസ്ഫാക്ടറി ആയ ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇനി ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്? Statement of affairs is a statement of assets and liabilities prepared under single entry system to ascertain the financial position of the business. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റിയൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അസറ്റ്സുമായും പ്രോപ്പർട്ടീസുമായും റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. സാധാരണ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. സോ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്പനികൾ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റിന് പകരം അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ്
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ദി വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷോൺ ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ആർ taken partly from actual records and partly from estimates. Balance sheet the values of assets and liabilities shown in the statements are taken from actual records only. Statement of affairsൽ കാണിച്ചിട്ടുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂസ് എടുത്തിരിക്കുന്നത് പാർട്ട്ലി ആക്ച്വൽ റെക്കോർഡ്സിൽ നിന്നും പാർട്ട്ലി എസ്റ്റിമേറ്റ്സിൽ നിന്നുമാണ്. ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂസ് എടുത്തിട്ടുള്ളത് ആക്ച്വൽ റെക്കോർഡ്സിൽ നിന്ന് മാത്രമാണ്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഷോൺ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലയബിൾ. ബാലൻസ് ഷീറ്റ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഷോൺ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലയബിൾ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ റിലയബിൾ അല്ല. കാരണം ഇവിടെ ആക്ച്വൽ റെക്കോർഡ്സിൽ നിന്ന് മാത്രമല്ല എസ്റ്റിമേറ്റ്സിൽ നിന്ന് കൂടി വാല്യൂസ് എടുക്കുന്നുണ്ട്. എന്നാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ റിലയബിൾ ആണ്. ഇവിടെ ആക്ച്വൽ റെക്കോർഡ്സിൽ നിന്ന് മാത്രമാണ് വാല്യൂസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ആൻഡ് ദി പ്രോഫിറ്റ് ഓർ ലോസ്. ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർടെയിൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റലും പ്രോഫിറ്റ് ഓർ ലോസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അസർടെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി സ്മോൾ കൺസേൺസ് വിച്ച് ഹാവ് വെരി ഫ്യൂ ട്രാൻസാക്ഷൻസ്. ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ബിഗ് കൺസേൺസ് വിച്ച് ഹാവ് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. വളരെ കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രമുള്ള സ്മോൾ കൺസേൺസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉള്ള ബിഗ് കൺസേൺസ് ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറില്ല. എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഈ മെത്തേഡിനെ നെറ്റ് വർത്ത് മെത്തേഡ് എന്നും ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്നും പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണം നോമിനൽ അക്കൗണ്ട്സ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല. സാധാരണ ഒരു ബിസിനസ് അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അതിന് സാധിക്കില്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് യൂസ് ചെയ്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ കമ്പയറിംഗ് ദി ക്യാപിറ്റൽ ഓഫ് ദി ബിസിനസ് ഓൺ 2 ഡിഫറെൻറ്റ് ഡേറ്റ്സ്. രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റുകളിലുള്ള ബിസിനസിൻ്റെ ക്യാപിറ്റൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. അതായത് അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ ബിഗിനിങ്ങിലെ ക്യാപിറ്റലും എൻഡിലെ ക്യാപിറ്റലും കമ്പയർ ചെയ്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള കൺവേർഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. കൺവേർഷൻ മെത്തേഡ് മീൻസ് കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി ഇൻറ്റു ഡബിൾ എൻട്രി. സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് മാറ്റുന്നതിനെയാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയുന്നതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ കംപ്ലീറ്റ് അല്ല, അക്യുറേറ്റ് അല്ല, സയൻറ്റിഫിക് അല്ല, സിസ്റ്റമാറ്റിക്കുമല്ല. സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ
ഈ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവുകയും അക്യുറേറ്റ് ആവുകയും സയൻറ്റിഫിക് ആവുകയും സിസ്റ്റമാറ്റിക് ആവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഡിസൈഡ് ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താണ്. സോ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് മാറ്റി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോഫിറ്റ് ഓർ ലോസ് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്താണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് ആയിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. രണ്ട് ഡിഫറെൻറ്റ് ഡേറ്റുകളിലുള്ള ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ മെത്തേഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലോട്ട് മാറ്റി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൺവേർഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഓവർകം ദി ഡിഫെക്ട്സ് ഓഫ് ദി സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫെക്ട്സ് ഓവർകം ചെയ്യുന്നു. രണ്ട്, ടു ഹാവ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയിരിക്കും. ടു അസർടെയിൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ അസർടെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും കറക്റ്റ് ആയിരിക്കും. ടു അസർടെയിൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ ട്രൂ ആയിരിക്കും, ഫെയർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഐഡിയൽ ആൻഡ് റിലയബിൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ആക്ച്വൽ റെക്കോർഡ്സിൽ നിന്ന് വാല്യൂസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ റിലയബിൾ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ അക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്യുറേറ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് വൺ, ടു അവോയ്ഡ് ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എറേഴ്സിൻ്റെയും ഫ്രോഡ്സിൻ്റെയും ചാൻസസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കൺവേർഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൊസീജിയർ ഓഫ് കൺവേർട്ടിംഗ് സിംഗിൾ എൻട്രി ഇൻറ്റു ഡബിൾ എൻട്രി. സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. സെക്കൻഡ് വൺ, prepare a cash book and complete it as much as possible. From the cash book, the opening balance of cash, closing balance of cash, etc. can be ascertained. ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ക്യാഷ് ബുക്കിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഫൈൻഡ് ഔട്ട് ചെയ്യുക. തേർഡ് പ്രൊസീജിയർ നോക്കാം. In order to prepare final accounts, some figures like credit sale, credit purchase, cash paid to creditors, bills payable to creditors, opening and closing balance of creditors, opening and closing balance of debtors, cash received from debtors, bills receivable received, etc. are required. These figures may be missing. Such missing figures must be ascertained in the following manner. Final accounts prepare ചെയ്യുമ്പോൾ credit sale, credit purchase, cash paid to creditors, bills payable issued to creditors, opening and closing balance of creditors, opening and closing balance of debtors, cash received from debtors, ബിൽസ് റിസീവബിൾ റിസീവ്ഡ് തുടങ്ങിയ എല്ലാ ഫിഗേഴ്സും ആവശ്യമായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫിഗർ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ മിസ്സിംഗ് ഫിഗറിനെ ഇനി പറയുന്ന രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെയാണ് മിസ്സിംഗ് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് പർച്ചേസ് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, ഓപ്പണിംഗ് ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് ബിൽസ് റിസീവബിൾ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദി ഇയർ, ഓപ്പണിംഗ് ബിൽസ് പേയബിൾ, ക്ലോസിംഗ് ബിൽസ് പേയബിൾ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ബിൽസ് പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെയാണ് മിസ്സിംഗ് ഫിഗേഴ്സ് അസർട്ടൈൻ ചെയ്യുന്നത്. ഫോർത്ത് പ്രൊസീജിയർ നോക്കാം. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദി എബോവ് അക്കൗണ്ട്സ്, കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ പർച്ചേസസ്. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസസും
കാൽക്കുലേറ്റ് ചെയ്യുക. ഫിഫ്ത്ത് പ്രൊസീജിയർ നോക്കാം. റെഫർ ദ ക്യാഷ് ബുക്ക് ആൻഡ് ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു നോമിനൽ അക്കൗണ്ട്സ്. ക്യാഷ് ബുക്ക് റെഫർ ചെയ്ത് നോമിനൽ അക്കൗണ്ട്സുമായി റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. അതായത് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ഇതൊക്കെയായി റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. സിക്സ്ത് പ്രൊസീജിയർ നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ഡബിൾ എൻട്രി പ്രോസസ്, പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ദി അക്കൗണ്ട്സ്. ഡബിൾ എൻട്രി പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ അക്യുറസി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സെവൻത്ത് പ്രൊസീജിയർ നോക്കാം. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഡിപ്രിസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, income received in advance, provision for bad debts, discounts, etc. should be taken into consideration and make necessary adjustments. Depreciation, outstanding expenses, prepaid expenses, income received in advance, provision for bad debts, discounts ഇതൊക്കെ കൺസിഡർ ചെയ്യുക, വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. ലാസ്റ്റ് പ്രൊസീജിയർ ആണ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദി യൂഷ്വൽ മാനർ. യൂഷ്വൽ മാനറിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ഇതോടെ സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഇസ് എൻ അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, it is starts with gross profit or loss. Statement of profit and loss, it is starts with closing capital. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ നിന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഷോസ് ദി എക്സാക്ട് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇറ്റ് ഡസ് നോട്ട് ഷോ ദി എക്സാക്ട് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത് എക്സാക്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നത് അപ്രോക്സിമേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. എക്സാക്ട് പ്രോഫിറ്റോ ലോസോ അല്ല. നെക്സ്റ്റ് ഡിഫറൻസ് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് purchases, sales, returns and all expenses and incomes for ascertaining profit or loss. Statement of profit and loss, it takes into account closing and opening capitals for ascertaining profit or loss. Profit and loss അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പർച്ചേസസ്, സെയിൽസ്, എക്സ്പെൻസസ്, ഇൻകംസ്, റിട്ടേൺസ് ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺലി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, it is prepared partly from ledger account balances and partly from estimates, physical verification and memory. ലെഡ്ജർ അക്കൗണ്ട് മാത്രം കൺസിഡർ ചെയ്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ട് മാത്രം കൺസിഡർ ചെയ്തല്ല. ഇവിടെ പാർട്ട്ലി ലെഡ്ജർ അക്കൗണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, പാർട്ട്ലി എസ്റ്റിമേറ്റ്സും ഫിസിക്കൽ വെരിഫിക്കേഷനും മെമ്മറിയുമാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. It gives a reason for earning profit or incurring loss. Statement of profit and loss, it does not give the reason for earning profit or incurring loss. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് ഉണ്ടാവാനുള്ള റീസൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് ഉണ്ടാവാനുള്ള റീസൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തിയറി പാർട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.